തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം എങ്ങനെയാണ് ദൈവമക്കളുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നത്? ഒരനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലിൻഡ, പൊന്നാരിമംഗലം കാരുണ്യമാത ഇടവകയിൽ നിന്ന് വരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ബസ്സിലോ 4 വീലർ വണ്ടിയിലോ ഒന്നിലും എനിക്ക് 15 മിനിറ്റ് കൂടുതൽ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. 15 മിനിറ്റ് ആകുമ്പോഴേക്കും തലവേദന തുടങ്ങും, ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെ ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു കിറ്റായിട്ടാണ് പോണത്. ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റൂലായിരുന്നു. 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 2 ഗ്ലാസ് ഛർദ്ദിക്കും. അങ്ങനെ ഒരിടത്ത് യാത്ര പോകാൻ പറ്റാതെ വിഷമിക്കുന്ന സമയത്ത് ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വചനപ്രഘോഷണം ചെയ്യുന്ന സമയത്ത്, സുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, വർഷങ്ങളായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന 2 മക്കൾക്ക് ഇനിമേൽ ഛർദ്ദി ഉണ്ടാകുകയില്ല, ദൈവം അത് എടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റത്തെ മാസം ഞങ്ങൾ കാസർഗോഡ് ഒരു കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ മുതൽ ഞാൻ ജപമാല ചെല്ലിയും കരുണക്കൊന്ത് ചെല്ലിയും പ്രാർത്ഥിച്ചിരുന്നു. ബസ്സിൽ കയറി ഇവിടെ നിന്ന് വൈകുന്നേരം 6:30 കയറിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 5:30 മണിക്കാണ് കല്യാണ വീട്ടിലെത്തുന്നത്. ആ സമയം വരെയും തലവേദന വന്നിട്ടില്ല, ഞാൻ ഛർദ്ദിച്ചിട്ടില്ല. രാത്രി ഭക്ഷണം കഴിച്ചു, എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു, ഒരു കുഴപ്പമില്ലാണ്ട്. എനിക്കിപ്പോൾ 40 വയസ്സുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ബസ്സിൽ കയറി ഛർദ്ദിക്കുന്ന ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ, കഴിഞ്ഞ വല്ലാർപാടം കൺവെൻഷൻ മുതൽ ഇങ്ങോട്ട് ഛർദ്ദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കത് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നവരെ ദൈവം രക്ഷിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. നോക്കിയേ, ഓർമ്മ വെച്ച അന്ന് തൊട്ട് 40ാമത്തെ വയസ്സ് വരെ, 40ാമത്തെ വയസ്സിലുള്ള വല്ലാർപാടം കൺവെൻഷൻ വരെ ഛർദ്ദിച്ചിരുന്ന ആളാണ് യാത്ര ചെയ്യുമ്പോൾ. ആ കൺവെൻഷനിൽ വെച്ച് ഒരു സന്ദേശം പറഞ്ഞു, ഇതാ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന 2 പേരുടെ ആ ഛർദ്ദി ഇനിമേൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. തൽക്ഷണം അത് സൗഖ്യം പ്രാപിച്ചു. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പാട്ട് പാടുമ്പോൾ ഒരുമിച്ച് നല്ലൊരു ധ്യാനം കൂടുന്ന ഒരു ധ്യാനഗതി എന്ന പോലെ പാട്ടുപാടി കൈയടിച്ച് തുള്ളിച്ചാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി 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 ഗ്ലോറി. ഓ യേശുവേ, പിതാവേ, പരിശുദ്ധാത്മാവേ, കൂടെയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ.
കൈകൾ ഉയർത്തി കൈയടിച്ച് സർവശക്തൻ Glory, കൂടെയുണ്ട്, glory, glory. ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. അനേക കുടുംബങ്ങളിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിച്ച് വിദ്യാർത്ഥിനികളെയും കുട്ടികളെയും യുവതിവാക്കന്മാരുടെ മേൽ വലിയ വെളിച്ചം കർത്താവ് നിറയ്ക്കുന്നു. അന്ധകാരങ്ങൾ മാറുന്നു, ഉണർവ് നൽകുന്നു. പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, വചനം കേൾക്കാൻ തടസ്സങ്ങൾ മാറി ഹൃദയങ്ങളെ തുറന്ന് ആനന്ദം നൽകി കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തുള്ളിച്ചാടി കൈയടിച്ച് ആരാധിക്കുന്നു. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. യേശുവേ. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത അത്ഭുത ശക്തി ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. നിറയട്ടെ, നിറയട്ടെ. കാലിനു മുൻപിൽ Glory, glory, കാർമലിൻ glory. മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. അത്ഭുത ശക്തിയേ. കാലിനു മുൻപിൽ കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. കൈ ഉയർത്തി കൈയടിച്ച് വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, പരിശുദ്ധാത്മാവേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, സ്വർഗീയ ശക്തിയേ. ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. സർവശക്തി കൂടെയുണ്ട്, രാജാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കൃപയുടെ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കരം കൂടെയുണ്ട്, അത്യുന്നതൻ കരം കൂടെയുണ്ട്, അത്യുന്നതൻ കരം കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ഉണർവ് നിറയട്ടെ, സകല കുടുംബങ്ങൾ ഉണരട്ടെ, ദേശം ഉണരട്ടെ, ശക്തിയാൽ നിറയട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, വചനം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം തരുന്ന വെളിച്ചത്തെ വിലമതിക്കുക എന്നതിനെ കുറിച്ചാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ വെളിച്ചവും അവിടുത്തെ കാഴ്ചയും പകർന്നു തന്നില്ലെങ്കിൽ നമുക്ക് ദൈവികമായ ഒന്നിലും സന്തോഷിക്കാൻ കഴിയുകയില്ല. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 10 വരെ തിരുലിഖിതങ്ങൾ. വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കും. ഈ വചനം നമുക്ക് എല്ലാവർക്കും ചേർന്നേറ്റ് പറയാം. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന്, തന്റെ പ്രവർത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരിൽ നിറച്ചു. അവിടുന്ന് തന്റെ പ്രകാശം അവരിൽ നിറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം ഒരു വെളിച്ചം നമുക്ക് തരും, ദൈവം ഒരു പ്രകാശം നമുക്ക് തരും. ദൈവത്തിൻ്റെ ഈ വെളിച്ചത്തെ നാം വിലമതിക്കണം. കാരണം ദൈവം തരുന്ന ഈ വെളിച്ചമാണ്
നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കാൻ നമ്മളെ ശക്തരാക്കി മാറ്റുന്നത്. പരിശുദ്ധ മാതാവിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ എലീശ പുണ്യവതി സന്തോഷിച്ചു. എലീശ പുണ്യവതിയുടെ ഉദരത്തിൽ കിടന്ന ശിശു പോലും സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. കാരണം ദൈവം നൽകിയ വെളിച്ചം അവർ സ്വീകരിച്ചു. ദൈവം നൽകിയ വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തി. അതുകൊണ്ട് ദൈവം മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറയുകയാണ്. ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിറയുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവാചകനെ കാണുമ്പോൾ, ഒരു ശുശ്രൂഷകനെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ ദൂതനെ കാണുമ്പോൾ, ഒരു ദൈവദാസനെ കാണുമ്പോൾ, ഒരു ദൈവദാസിയെ കാണുമ്പോൾ ആത്മീയ ആഹ്ലാദം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവം തരുന്ന ഈ വെളിച്ചം സ്വീകരിക്കണം. വിശുദ്ധ കൂദാശകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോൾ പല ആളുകളും പറഞ്ഞു, ഞാൻ ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാതിരിക്കുമ്പം കുരിശുരൂപം കാണുമ്പോൾ, വിശുദ്ധന്മാരെ കാണുമ്പോൾ, വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നല്ല വചനപ്രഘോഷണം കേൾക്കുമ്പോൾ, ദൈവവചനത്തെ സമീപിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, എനിക്കൊന്നും തോന്നുന്നില്ല, എൻ്റെ ഹൃദയം കരിങ്കല്ല് പോലെ ഇരിക്കുക, എനിക്കൊന്നും തോന്നുന്നില്ല. ആത്മീയമായ മണ്ഡലങ്ങളിൽ ഇങ്ങനെ വേദനിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ബൈബിളിൽ നിരവധി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഉദാഹരണത്തിന് സ്നാപക യോഹന്നാനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അനേകം ജനതകൾ ആ വെളിച്ചത്തിലേക്ക് ഓടി വന്ന് ആഹ്ലാദിച്ച് ദൈവത്തെ ആരാധിച്ചു. എന്നാൽ ഹെറോദ്യ അവൾ ഇരുട്ടിലിരുന്നു മാത്രമല്ല, അവളിൽ ഇരുട്ട് വർദ്ധിച്ചു. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ അവളിൽ വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. അവളിലൂടെ ഇരുട്ടിൻ്റെ പ്രവൃത്തി ലോകത്തിൽ അരങ്ങേറി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയ പ്രവാചകനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ലോകത്തിൽ അനേകം പേർ അതിൽ സന്തോഷിച്ചു. എന്നാൽ ആഹാബും ജസബലും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. ഇരുട്ട് കൂടി, ഇരുട്ടിൻ്റെ പ്രവൃത്തികളിലേക്ക് അവർ വീണ്ടും വീണ്ടും കൂപ്പുകുത്തിക്കൊണ്ടിരുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും വെളിപ്പെട്ടു. എന്നാൽ ലോകത്തിൽ അനേകം പേര് അവരിലേക്ക് ഓടി വന്ന് രക്ഷയുടെയും കൃപയുടെയും ആ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ജലം കോരി കുടിച്ചപ്പോൾ നിരവധി വ്യക്തികൾ ആ കാര്യം കണ്ട് കലിപ്പുണ്ടു, കോപാക്രാന്തരായി. അവർ അവരെ നശിപ്പിക്കാൻ നോക്കി. യാക്കോബിനെ വെട്ടിപ്പിളർന്നു, തോമാസിനെ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു, പത്രോസിനെ തലകീഴായി കുരിശി തറച്ചു, പൗലോസിൻ്റെ കഴുത്ത് വെട്ടി. അങ്ങനെ ഒരുപാട് പേരെ, ഒരുപാട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ അവരിലൂടെ അരങ്ങേറി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണം? ഇന്നും അങ്ങനെയില്ലേ? എന്താ അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് ആഹ്ലാദിക്കുന്നതിന് ദൈവം അവർക്ക് നൽകിയ വെളിച്ചം അവർ കെടുത്തിക്കളഞ്ഞു എന്നുള്ളതാണ് ദുരന്തം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് ദൈവരാജ്യ കാര്യങ്ങളിൽ ആഹ്ലാദിക്കാനും ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരാനും ദൈവം നമുക്ക് വെളിച്ചവും ശക്തിയും തരും. അത് ഞാനും നിങ്ങൾ സ്വീകരിച്ച് അതിനെ പരിചരിച്ച് അതിനെ വിലമതിച്ചാൽ അത് നമ്മൾ വലിയ ശക്തിയായി കത്തിപ്പടരും. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങളിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ദൈവം സ്വർഗത്തിൽ നൽകുന്ന 2 വലിയ അനുഗ്രഹങ്ങളാണ് ജ്ഞാനവും പരിശുദ്ധാത്മാവും. ഇതാണ് വെളിച്ചം, ജ്ഞാനവും പരിശുദ്ധാത്മാവും. ഈ ജ്ഞാനവും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിലേക്ക് സന്ദർശിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കണം. നമ്മളത് സ്വീകരിച്ചാൽ നാം കത്തിപ്പടരും. ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം തിരുലിഖിതം, അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്നതുപോലെ അവർ കത്തിപ്പടരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈക്കോലിൽ തീപ്പൊരി എന്നതുപോലെ അവർ കത്തിപ്പടരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവം തരുന്ന ഈ വെളിച്ചം ഞാനും നിങ്ങൾ സ്വീകരിച്ചാൽ അപ്പോൾ തൊട്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ ഇടപെടലുണ്ടായാൽ പോലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. തിരുസഭയിൽ കൂദാശകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു, നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിലും, അല്ലെങ്കിൽ മാർപ്പാപ്പ, അല്ലെങ്കിൽ കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷകർ, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ദേവാലയത്തിലെ വിശുദ്ധ അൾത്താര, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് നൈസർഗികമായ ഒരു ആഹ്ലാദം
ആഹ്ലാദം, അതിനുവേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതിനുവേണ്ടി സമർപ്പണം ചെയ്യുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഹ്ലാദത്തോടെ അധ്വാനിക്കാൻ, ആഹ്ലാദത്തോടെ ശുശ്രൂഷ ചെയ്യാൻ, ആഹ്ലാദത്തോടെ പ്രാർത്ഥിക്കാൻ, ആഹ്ലാദത്തോടെ ദൈവവേല ചെയ്യാൻ ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൽ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് സേവിയർ എന്ന ദൈവ പൈതൽ, അദ്ദേഹം ദൈവത്തെ അറിയാതെയും ലോകപ്രകാരവും ലോകസുഖങ്ങളിൽ മുഴുകിയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു സുഹൃതം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം ഒരു വെളിച്ചം കൊടുത്തപ്പോൾ അതിനെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം വെളിച്ചത്തെ സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ദൈവരാജ്യത്തിനൊരു വചനം ഒരു ദൈവദാസൻ പകർന്നു നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16:26, ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ഒരൊറ്റ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ആഹ്ലാദിക്കാൻ തുടങ്ങി, അദ്ദേഹം വചനത്തിൽ ആഹ്ലാദിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർന്ന് സന്തോഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ലോകപ്രകാരമുള്ള മാർഗങ്ങൾ വിട്ടു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദൈവവചനത്തിനായി അർപ്പിച്ചു, അതിൽ ആഹ്ലാദിച്ചു, അതിൽ ജീവിച്ചു, അതിനുവേണ്ടി ജീവൻ അർപ്പിച്ചു. അദ്ദേഹം ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസ ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് ഒരു ദൈവവചനം മദർ തെരേസ മനസ്സിനെ സ്പർശിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുലിഖിതം, എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ അതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഇത് മദറിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ആ മദറിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തെ മാനിച്ചിരുന്നത് കൊണ്ട്, ആ വെളിച്ച ഹൃദയത്തിലുണ്ടായിരുന്നത് കൊണ്ട് ദൈവവചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചു, അതിൽ ആഹ്ലാദിച്ചു, അത് ജീവിതം രൂപാന്തരപ്പെടുത്തി. അദ്ദേഹം ദൈവത്തിന് പ്രിയപ്പെട്ട മകളായി ഈ ലോകത്തിൽ ജീവിക്കാൻ ഇടവന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അഗസ്തീനോസിന്റെ ഹൃദയം കാര്യത്തിൽ ഒരുപാട് പാപത്തിൽ ഒരുപാട് അന്ധകാരത്തിലൊക്കെ ജീവിച്ചെങ്കിലും ഈ വെളിച്ചം, ദൈവം കൊടുത്ത ഒരു വെളിച്ചം അത് ഉള്ളിൻ്റെ ഉള്ളിൽ കടാതെ കടന്നിരുന്നു. അതുകൊണ്ട് അഗസ്തീനോസിന്റെ ജീവിതത്തിലേക്ക് ഒരു വചനം ദൈവം കൊടുത്തു. റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ നമുക്ക് ധരിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ നാം വ്യാപരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം അദ്ദേഹത്തിൽ ആഹ്ലാദം ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം ദൈവവചനത്തിൽ ജീവിതം അർപ്പിച്ചു. ദൈവവചനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയി, ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ നമുക്കും ഇന്ന് ഇതുപോലെ വചനങ്ങൾ ദൈവം തരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. പക്ഷേ ദൈവം നമുക്ക് തരുന്ന ആ വെളിച്ചത്തെ നാം മാനിക്കുന്നില്ല. ദൈവം നമുക്ക് തരുന്ന ആ സ്പർശനത്തെ നാം വിലമതിക്കുന്നില്ല. നാം അതിനെ അവഗണിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം 8 മുതൽ 10 വരെ തിരുലിഖിതങ്ങൾ, തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേര് ദൈവത്തിൽ നിന്നുള്ള ഈ വെളിപാട് സ്വീകരിക്കാതെ, ദൈവത്തിൻ്റെ ഈ വെളിച്ചത്തെ മാനിക്കാതെ, സ്വന്തം ബുദ്ധിയുടെ വെളിച്ചത്തിൽ ദൈവിക കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 7-ാം തിരുലിഖിതം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവന് അത് എന്നും ഒരു പ്രഹേളികയായിരിക്കും. മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേ അറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. കാരണം അവൻ എന്നും അതൊരു പ്രഹേളികയായിരിക്കും. സ്നാപക യോഹന്നാനെ മനസ്സിലാക്കാൻ വേണ്ടി പലരും ബുദ്ധി കൊണ്ട് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടിയ പാവപ്പെട്ട മനുഷ്യർ ഈ സ്നാപക യോഹന്നാന്റെ വാക്കുകളിൽ ആനന്ദിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു. യേശുവിനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിച്ച ഒരുപാട് പേര്, അവർക്ക് എന്നും യേശു ഒരു പ്രഹേളികയായിരുന്നു, യേശു ഒരു വിവാദ വിഷയമായിരുന്നു. യേശുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നേരിട്ടൊന്ന് പലരും ചോദിച്ചു, ഗുരു ഒന്ന് തുറന്ന് പറ, അങ്ങ് ആരാ? അവരുടെ ബുദ്ധി കൊണ്ട് അവർ അന്വേഷിക്കുകയായിരുന്നു.
പ്രിയപ്പെട്ട സഹോദരൻ, ഇന്നും ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് യേശുവിനെ അന്വേഷിക്കുന്നവരുണ്ട്. അവർക്ക് എന്നും യേശു ഒരു പ്രഹേളികയായിരിക്കും. എന്നാൽ ദൈവം തരുന്ന വെളിപാട്, ദൈവത്തിൻ്റെ റെവലേഷൻ, ദൈവത്തിൻ്റെ വിസ്ഡം അത് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ട മനുഷ്യർ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം സ്വീകരിച്ചവർ, അവർക്ക് യേശുവിനെ രക്ഷിതാവായി ആരാധിക്കാൻ ബുദ്ധിമുട്ടില്ല. യേശു പറഞ്ഞ വചനങ്ങൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. യേശുവിനെ ആരാധിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ദൈവം നൽകിയ വെളിച്ചം അവരുടെ ജീവിതത്തെ ഒരു വെള്ളി നക്ഷത്രം പോലെ ദൈവിക കാര്യങ്ങളിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെ ഈ വെളിച്ചം നമുക്ക് ലഭിക്കും? അതിന് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുലിഖിതത്തിൽ ഒരു നിർദ്ദേശം നമുക്കുണ്ട്. കാഴ്ച തെളിയേണ്ടതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. വീണ്ടും വെളിപാടിന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപ്പെടുത്തി തരുന്നതിൽ സന്തോഷിക്കുന്ന ദൈവം, ജ്ഞാനം വെളിപാടിൻ്റെ ആത്മാവിനെ പകർന്നു തരുന്നതിൽ സന്തോഷിക്കുന്ന ദൈവം, അതാണ് ബൈബിളിലെ ദൈവം. ഇന്ന് ഒരുപക്ഷെ വചനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലേ? യേശുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവവുമായി അംഗീകരിക്കാൻ ആരാധിക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ സഭയെ മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ സഭയിൽ ആഹ്ലാദിക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ വചനങ്ങളിൽ ആഹ്ലാദിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നീ ഈ വെളിച്ചത്തിനായി നീ പ്രാർത്ഥിക്കണം. ഈ വെളിച്ചത്തിനായി ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം. എന്നാൽ ഇന്ന് പലരുടെ അവസ്ഥ എന്താണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായം അവിടെ 21-ാം തിരുലിഖിതം ഒരു ജനതയുടെ അവസ്ഥയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയണത്, തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിൻ്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു. എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളുടെ തന്നെ ഉള്ളിൽ തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു. കനത്ത രാത്രിയിൽ കനത്ത അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ പീഡ അനുഭവിച്ചപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, പുറത്ത് കനത്ത രാത്രിയിൽ കനത്ത അന്ധകാരത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കനത്ത അന്ധകാരം തങ്ങളിൽ തന്നെ അവർ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇത് നിരവധി വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ പീഡിപ്പിക്കുന്ന ഒരു പീഡയാണ്. തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കനത്ത അന്ധകാരം. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദൈവമേ, ദൈവത്തെ അറിയാനും ദൈവരാജ്യ കാര്യങ്ങളിൽ സന്തോഷിക്കാനും വചന സംബന്ധമായ കാര്യങ്ങളിൽ ആഹ്ലാദിക്കാനും തക്കവണ്ണം സ്വർഗത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ. യോഹന്നാൻ 3:27 സ്വർഗത്തിൽ നിന്ന് ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ലഭിക്കുക സാധ്യമല്ല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, വിശ്വാസം മങ്ങിപ്പോയവർ, ദൈവത്തോട് സമർപ്പണവും തുറവിയും നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥനകൾ നിലച്ചുപോയവർ, ഭൂദാസ ജീവിതം അകന്നുപോയവർ, സന്ധ്യാപ്രാർത്ഥന അറ്റുപോയ കുടുംബങ്ങൾ, എല്ലാ മക്കളിലേക്ക് സ്വർഗത്തിന്റെ വെള്ളി വെളിച്ചം ഇപ്പോൾ വർഷിക്കണമേ. മരണത്തിന്റെ നിഴലിലിരിക്കുന്ന ജനത്തിന്റെ മേൽ അങ്ങയുടെ ഉന്നതമായ രക്ഷയുടെ പ്രകാശം വീശണമേ. പരിശുദ്ധാത്മാവേ, വെളിവിന്റെ കതിരുകൾ വീശണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ദൈവിക തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കട്ടെ, മന്ദത മാറട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, വിശ്വാസ കൃപ നിറയ്ക്കണമേ, പ്രാർത്ഥനാഭിഷേകം നിറയ്ക്കണമേ, ദൈവാരാധന അഭിഷേകം നിറയ്ക്കണമേ. ഓരോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ ജീവിതങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ, വിദ്യാർത്ഥികൾ അഭിഷേകം പ്രാപിക്കട്ടെ, യുവതിവാക്കന്മാർ കൃപ കൊണ്ട് നിറയട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുലിഖിതം. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരിൽ നിറച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus.
ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത്, ഓ ഉന്നതങ്ങളെന്ന ആത്മാവേ എൻ്റെ മേൽ നിറയണമേ, 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ എന്നെ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദാഹിച്ച് കത്തിപ്പടരണമേ, വലിയ ആഗ്രഹത്തോടെ നീ തീയായി മാറ്റണമേ. ഓ ഹോളി ഫയർ, ഫയർ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ, തീയായി മാറ്റണമേ. Hallelujah, Maranatha. Come, Lord Jesus.